തസ്കിയ 176. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീൻ. ഹിജ്റത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്നാമത്തെ ഉടമ്പടിയെക്കുറിച്ച് നാം പറഞ്ഞു. നബുവത്തിൻ്റെ 12ാമത്തെ വർഷം മദീനയിൽ നിന്ന് വന്ന 12 ആളുകൾ അക്കബയുടെ സമീപത്ത് വെച്ചിട്ട് ജംറത്തുൽ അക്കബയുടെ സമീപത്ത് വെച്ചിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി നടത്തിയ ഉടമ്പടി. തൊട്ടടുത്ത വർഷം നബുവത്തിൻ്റെ 13ാമത്തെ കൊല്ലം ദുൽഹിജ്ജ മാസം മദീനയിൽ നിന്ന് നിരവധി ആളുകൾ ഹജ്ജിന് വേണ്ടി വരികയുണ്ടായി. ആ കൂട്ടത്തിൽ 75 മുസ്ലിമീങ്ങളും ഉണ്ടായിരുന്നു. 73 പുരുഷന്മാരും 2 സ്ത്രീകളും. അയ്യാമുത്തശ്രീക്കിൻ്റെ ഇടക്ക് ജംറത്തുൽ അക്കബയുടെ സമീപത്ത് വരാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവർ വാഗ്ദത്തം ചെയ്തു. അവരുടെ കൂടെയുണ്ടായിരുന്ന മുശ്രിക്കീങ്ങളൊക്കെ അവരുടെ ടെൻറ്റുകളിൽ നന്നായി ഉറങ്ങുന്ന സമയത്ത് രാത്രിയുടെ 1/3 ഭാഗം കഴിഞ്ഞപ്പോൾ വളരെ രഹസ്യമായി ആ മുസ്ലിമീങ്ങൾ അവിടുന്ന് എഴുന്നേറ്റ് വന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാത്തിരുന്നു അക്കബയുടെ സമീപത്ത്. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ, അന്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹു മുസ്ലിമായിട്ടില്ല, അദ്ദേഹത്തിൻ്റെ കൂടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നു. ചർച്ചകളൊക്കെ നടന്നു. ആ ചർച്ചയിൽ മദീനക്കാരായ മുസ്ലിമീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചെയ്ത ബൈഅത്ത്, തീർച്ചയായിട്ടും അങ്ങേക്ക് ഞങ്ങൾ സമ്പൂർണ്ണമായ സംരക്ഷണം നൽകും, ഞങ്ങൾ കുടുംബത്തെയും മക്കളെയുമൊക്കെ ഏത് വിധേന സംരക്ഷിക്കുന്നു അതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇതായിരുന്നു ആ ഉടമ്പടി. അങ്ങനെ സംരക്ഷിച്ചാൽ തങ്ങൾ എന്ത് ഞങ്ങൾക്ക് തരും, അതും അവർക്ക് അറിയേണ്ടിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ജന്ന, സ്വർഗം തീർച്ചയാണ്, സ്വർഗം തരും. അങ്ങനെ കൈകൾ പിടിച്ച് അവരുമായി മുസാഫഹത്ത് ചെയ്തു. അവരിൽ നിന്ന് 12 പേരെ ഇവരുടെ മേൽനോട്ടക്കാരായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഇതാണ് 2ാമത്തെ ഉടമ്പടി. ഈ ഉടമ്പടി കഴിഞ്ഞ ശേഷം മുശ്രിക്കീങ്ങൾ ഇത് മണത്തറിഞ്ഞു. അവരിവരെ പിടികൂടാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോഴേക്കും മദീനക്കാർ സ്ഥലം വിട്ടിരുന്നു. പക്ഷേ 2 പേരെ പിടികൂടി. മഹാനായ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുവിനെയും മുൻദിർ ബിൻ അംർ റളിയല്ലാഹു അൻഹുവിനെയും. പക്ഷേ മുൻദിർ രക്ഷപ്പെട്ടു പോയി. സഅദ് റളിയല്ലാഹു അൻഹുവിനെ പിടിച്ച് അവർ നന്നായി കൈകാര്യം ചെയ്തു. പക്ഷേ മക്കയിൽ നിന്നും മദീന ഭാഗത്തേക്ക് കച്ചവടത്തിന് വേണ്ടി പോകുമ്പോൾ അവർക്ക് സംരക്ഷണം നൽകിയിരുന്ന സഅദ് റളിയല്ലാഹു തആല അൻഹുവാണ് ശിക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംരക്ഷണയിൽ കച്ചവടത്തിന് പോകുന്ന അവർ വിവരം അറിഞ്ഞപ്പോൾ അവർ വന്നിട്ടാണ് അദ്ദേഹത്തെ മോചിപ്പിച്ചത്. ഈ സംഭവത്തോടുകൂടെ മക്കയിൽ മുസ്ലിമീങ്ങൾക്ക് പീഡനം വർദ്ധിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ മദീനയിലേക്ക് ഹിജറ പോകാൻ വേണ്ടി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തെ കിറാമിന് സമ്മതം കൊടുത്തു. അങ്ങനെ ദുൽഹിജ്ജ മാസത്തിൽ തന്നെ സ്വഹാബികൾ ഹിജറ ആരംഭിച്ചു, ഒറ്റയായിട്ടും കൂട്ടമായിട്ടുമൊക്കെ. ഇനി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നവർ, സ്വാതന്ത്ര്യം പറ്റ നിഷേധിക്കപ്പെട്ടുകൊണ്ടിരുന്നവർ, രോഗശയിൽ കിടക്കുന്നവർ, അവർ മാത്രമേ ഇനി മദീനത്ത് മക്കയിൽ ബാക്കിയുള്ളൂ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖുൽ അക്ബർ തങ്ങളും അലി റളിയല്ലാഹു അൻഹും ബാക്കിയുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളെ കൂടെ പോകാൻ കാത്തിരിക്കുകയാണ്.
അലി റളിയല്ലാഹു തആല അൻഹു ആകട്ടെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ അന്നത്തെ ജനങ്ങൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്ന സമ്പത്തൊക്കെയുണ്ട്. അത് മുഴുവൻ തിരിച്ചേൽപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഹിജ്റ പുറപ്പെട്ടു. പലരും രഹസ്യമായിട്ടാണ് പോകുന്നത്. കൂട്ടത്തിൽ മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവാണ് പരസ്യമായിട്ട് ഹിജ്റ പോയിട്ടുള്ളത്. അങ്ങനെ മദീനയിലേക്ക് സ്വഹാബത്ത് കിറാമിൻ്റെ ഒഴുക്ക് ശക്തിയായപ്പോൾ ഈ കാര്യത്തിൻ്റെ ഗൗരവം മുശ്രിക്കീങ്ങൾ കണ്ണു തുറന്നു മനസ്സിലാക്കി. അവസാനമായി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പോകുമോ എന്നവർ ആശങ്കപ്പെട്ടു. അങ്ങനെയാണ് ദാറുൻ നദ്വയിൽ അവർ മീറ്റിംഗ് കൂടുന്നത്. ഖുസൈ ഇബ്നു കിലാബിൻ്റെ വീടാണത്. ഖുറൈശികൾ വല്ല വിഷയത്തിനും ഒരു തീരുമാനമെടുക്കേണ്ടി വന്നാൽ അവിടെ മീറ്റിംഗ് കൂടി തീരുമാനിക്കലാണ് പതിവ്. മക്കയിലെ ആദ്യത്തെ വീടാണത്. അതിൽ 40 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് മാത്രമേ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. അവിടെ വെച്ച് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനാണ് മീറ്റിംഗ് അവർ സമ്മേളിപ്പിച്ചത്. പല അഭിപ്രായങ്ങളും അതിൽ പൊന്തി വന്നു. നബി തങ്ങളെ നാട് കടത്താമെന്നും വീട്ടുതടങ്കൽ വെക്കാമെന്നും കൊന്നുകളയാമെന്നും ഒക്കെ അഭിപ്രായങ്ങൾ വന്നു. അവസാനം കൊല്ലാൻ തീരുമാനിക്കുകയും ആ കൊലയുടെ ശൈലി എങ്ങനെയായിരിക്കണമെന്ന് അബൂജഹൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. അബൂജഹൽ മാത്രം കൊന്നു എന്ന് വരാൻ പാടില്ല. ഈ നാട്ടിൽ എല്ലാവരും കൂടെ കൊന്നു എന്ന് വരണം. അതുകൊണ്ട് എല്ലാ കുടുംബത്തിലെയും ഓരോ അംഗങ്ങളെയാണ് അബൂജഹൽ അതിനു വേണ്ടി നോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീട് വളയാനും നേരം വെളുക്കുന്ന സമയത്ത് എഴുന്നേറ്റ് വരുമ്പോൾ ഒന്നിച്ചു വെട്ടിക്കൊല്ലാനും ആ കൊലപാതകത്തിൽ ഇവിടെയുള്ള എല്ലാ ആളുകൾക്കും പങ്കാളിത്തമുണ്ടാകാനും അതുവഴി അത് അലസിപ്പോകാനും അതിൻ്റെ ഉത്തരവാദിത്വം അലസിപ്പോകാനും ഒക്കെയുള്ള തീരുമാനങ്ങളായിരുന്നു അവരെടുത്തിരുന്നത്. പക്ഷേ മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വഹിയുമായിട്ട് വന്നിട്ട് പറഞ്ഞു, ഈ രാത്രി നിങ്ങളിവിടെ താമസിക്കരുത്. അങ്ങനെയാണ് അലി റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചിട്ട് തൻ്റെ വിരിപ്പിൽ കിടക്കാനും തൻ്റെ പുതപ്പിട്ട് മൂടാനും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചത്. ശത്രുക്കൾ വളരെ പ്രതീക്ഷയോടുകൂടെ വീട് വളഞ്ഞിരിക്കെ അള്ളാഹുവിൻ്റെ സഹായം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കടാക്ഷിച്ചു. യാസീൻ സൂറത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ ഓതിയിട്ട് ഒരു പിടി മണ്ണ് വാരിയെറിഞ്ഞ സമയത്ത് അവർക്കൊന്നും നബി തങ്ങളെ കാണാൻ സാധിച്ചില്ല. അവർക്കിടയിലൂടെ സമ്പൂർണ്ണമായ സുരക്ഷിതത്തോടുകൂടെ അവിടെ നിന്ന് ഇറങ്ങി നടക്കുകയായിരുന്നു. ഇങ്ങനെയാണ് സ്വന്തം വീട്ടിൽ നിന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റു രാജ്യത്തേക്ക് പോകാനുള്ള പുറപ്പാടുണ്ടായത്.